നമസ്കാരം, ന്യൂസ് ടുഡേയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. Flexi Electronics and Home Appliances. Flexi, life easy. ഇ.പി. ജയരാജനെതിരെ വാർത്താ സമ്മേളനം നടത്താൻ മുഖ്യമന്ത്രി പറഞ്ഞുവെന്ന് സരിത. എല്ലാം നിയന്ത്രിച്ചത് തമ്പാനൂർ രവി. രവിയുടെ ഫോൺ രേഖകൾ പരിശോധിച്ചാൽ എല്ലാം അറിയാം. രവി സാർ എല്ലാ കാര്യം എവരി കാര്യങ്ങളിലും സാർ ഗൈഡ് ചെയ്യുന്നതനുസരിച്ചിട്ടാണ് മുമ്പോട്ട് വരുന്നത്. ബെന്നി ബെഹനാൻ സാറും രവി സാറും. സരിതയുടെ ക്രോസ് വിസ്താരം തുടർന്നു. കഴിഞ്ഞാൽ ഉടൻ തെളിവ് കൈമാറും. സരിത പറഞ്ഞതിൽ ശരികളുണ്ടെന്ന് ബിജു. വിജിലൻസ് മേധാവി UDFന്റെ ബാല്യക്കാരനായി മാറിയെന്ന് VS. SP സുകേശിനെതിരായ നീക്കം ഗൂഢാലോചന. സരിതയെ സ്വാധീനിക്കാൻ ശ്രമിച്ച തമ്പാനൂർ രവിക്കെതിരെ കേസ് വേണമെന്ന VSന്റെ ആവശ്യം പോലീസ് നിരാകരിച്ചു. കണക്കിന് കേസിൽ പ്രതിയായിട്ടുള്ള ഒരു വ്യക്തിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം കേരളത്തിലെ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെ കുറിച്ചും ഉള്ള ആക്ഷേപം വിശ്വസിക്കാൻ എനിക്ക് പ്രയാസമാണ്. അഴിമതി ആരോപണങ്ങളിൽ സർക്കാരിനെ തുണച്ച് AK ആന്റണി. കാരായ രാജൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. ഭരണസ്തംഭനം ഒഴിവാക്കാനാണ് രാജിയെന്ന് രാജൻ. വൈസ് പ്രസിഡന്റിനു പകരം ചുമതല. കാരായ രാജന്റെ രാജിയിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്ന് CPIM. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ B നിലവറ തുറക്കാൻ വിദഗ്ധ സമിതി സുപ്രീം കോടതിയുടെ അനുമതി തേടി. അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കാൻ നിലവറ തുറക്കേണ്ടത് അനിവാര്യം. മ്യൂസിയം തുറക്കുന്നതിലും കോടതി തീർപ്പ് പറയണമെന്ന് വിദഗ്ധ സമിതി. IPL താരലേലത്തിൽ സഞ്ജു V സാംസൺ 4 കോടി മൂല്യത്തോടെ ദില്ലിയിലേക്ക്. ഉയർന്ന വില ഷെയ്ൻ വാട്സന്. ബാംഗ്ലൂർ സ്വന്തമാക്കിയത് 9.5 കോടിക്ക്. യുവരാജ് സിംഗ് ഹൈദരാബാദിൽ. ഡ്വെയ്ൻ സ്മിത്ത് ഗുജറാത്തിന് വേണ്ടി കളിക്കും. മുഖ്യമന്ത്രിക്കെതിരെ മൊഴി നൽകാൻ 10 കോടി രൂപ വാഗ്ദാനം ചെയ്ത് തന്നെ ഒരാൾ സമീപിച്ചിരുന്നതായി ആവർത്തിച്ച് സരിത S. നായർ. വന്നയാൾ കമ്മ്യൂണിസ്റ്റുകാരനാണോ എന്നറിയില്ല. ജയരാജനെതിരെ വാർത്താസമ്മേളനം നടത്താൻ തമ്പാനൂർ രവി വഴി മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടുവെന്നും സരിത പറഞ്ഞു. ഇതിനിടെ സരിതയുടെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നിൽ താനാണെന്ന് പറഞ്ഞ MMSനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഇ.പി. ജയരാജൻ വ്യക്തമാക്കി. പ്രശാന്ത് എന്ന് പേര് പറഞ്ഞ് പരിചയപ്പെടുത്തിയ ആളാണ് പണം വാഗ്ദാനം ചെയ്തു വന്നതെന്ന് സരിത പറഞ്ഞു. അയാൾ കമ്മ്യൂണിസ്റ്റുകാരനാണോ എന്ന് തനിക്കറിയില്ല. കമ്മ്യൂണിസ്റ്റുകാരനാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. അതാ ഞാൻ പറഞ്ഞില്ല. അയാളുടെ പേര് മാത്രം എനിക്കറിയാം. പ്രശാന്ത് അയാൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ മെൻഷൻ ചെയ്യും. ഇ.പി. ജയരാജന്റെ പേര് താൻ പറഞ്ഞിട്ടില്ല. ആ സമയത്ത് UDF നേതാക്കളുടെ നിർദ്ദേശാനുസരണമാണ് താൻ പ്രവർത്തിച്ചിരുന്നതെന്നും സരിത പറഞ്ഞു. അതെ, ആ സമയത്ത് UDF നേതാക്കന്മാർ തന്നെയാണ് നമ്മളെ നിയന്ത്രിച്ചിരുന്നത്. അങ്ങനെയല്ല, അങ്ങനെ ഒരു സംഭവം ഇ.പി. ജയരാജൻ എന്നൊരു വാക്കല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞ് എന്നെ ഒരാൾ വന്ന് കണ്ടു. ജയരാജനെതിരെ വാർത്താ സമ്മേളനം നടത്താൻ തമ്പാനൂർ രവി വഴി മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. തമ്പാനൂരിന്റെ ഫോൺ രേഖകൾ പരിശോധിച്ചാൽ ഇക്കാര്യങ്ങൾ വ്യക്തമാകും. CPM എന്ന് പറഞ്ഞത് കൊണ്ട് ആ സമയത്ത് ഞാൻ ശരിക്കും ഗോഡ് ഫാദേഴ്സായിട്ട് കണ്ടിരുന്നത് UDF ലീഡേഴ്സിനെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ രവി സാറുമായിട്ട് ഈ കാര്യം പങ്കുവെക്കുകയും അദ്ദേഹം CM-നെ അറിയിച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞ് വിളിച്ചു പറയുകയും പിന്നെ എപ്പോഴെങ്കിലും ഒരു പത്രസമ്മേളനത്തിനകത്ത് അത് പറയണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അതൊരു വാർത്തയായത്. അതേസമയം സരിതയുടെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നിൽ താനാണെന്ന് പറഞ്ഞ MMSനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഇ.പി. ജയരാജൻ അറിയിച്ചു. ഹസന്റേത് രാഷ്ട്രീയ ദുരുദ്ദേശത്തോടെയുള്ള ആരോപണമാണ്. കൽപ്പിത കഥകൾ തീർത്ത് ഉമ്മൻചാണ്ടിയെ പ്രതിരോധിക്കാമെന്ന് കരുതേണ്ടെന്നും ഇ.പി. ജയരാജൻ പ്രസ്താവനയിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. ഈ വിഷയത്തിൽ സരിത S. നായർ, ഒപ്പം തന്നെ ഡീൻ കുര്യാക്കോസ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് VS സുനിൽകുമാർ MLA, അഡ്വക്കേറ്റ് രാജേന്ദ്രൻ തുടങ്ങിയവരാണ് വിവിധ സ്റ്റുഡിയോകളിലുള്ളത്. ആദ്യം ശ്രീ ഡീൻ കുര്യാക്കോസ്, പ്രശാന്ത് എന്ന് പറഞ്ഞ ഒരാൾ വന്ന് കണ്ടു. ഇ.പി. ജയരാജൻ പറഞ്ഞിട്ടാണ് വരുന്നതെന്ന് അയാൾ പറഞ്ഞു. ഈ വിവരം തമ്പാനൂർ രവിയെ അറിയിക്കുന്നു. തമ്പാനൂർ രവി 5 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചു വിളിച്ചു പറയുന്നു ഇത് അടുത്ത തവണ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ പറയണം എന്ന്. ഞാൻ ഗോഡ്ഫാദർമാരായി കണ്ടിരുന്നത് കോൺഗ്രസ് നേതാക്കളെയാണ്. തമ്പാനൂർ രവിയെയും ബെന്നി ബെഹനാനെയുമാണ് കൂടുതലായും ഉപദേശത്തിനായി ആശ്രയിച്ചത്. ഇപ്പോൾ ഇക്കാര്യത്തിൽ നിങ്ങൾ ഒരു ഡിഫൻസായി ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ വലിയ കഴമ്പില്ല എന്ന് തെളിഞ്ഞോ? ഇല്ല, പ്രത്യേകിച്ച് അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം ഈ കേസിൽ ഓരോ ദിവസവും ഓരോ എപ്പിസോഡായി കുറെ കഥകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഒരു കാര്യത്തിൽ സംശയമില്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഇവരുടെ ലക്ഷ്യം. ഇപ്പൊ മുഖ്യമന്ത്രിക്കെതിരെ ഏതെല്ലാം തരത്തിലുള്ള വെളിപ്പെടുത്തലുകളായി അവസാനം ഇതും വന്നേ ഉള്ളൂ. ഇപ്പൊ അബ്ദുള്ളക്കുട്ടിക്കെതിരെ കേസ് എടുക്കാൻ പറഞ്ഞത് മുഖ്യമന്ത്രി, കേസ് തേച്ചുമാച്ച് കളയാൻ പറഞ്ഞത് മുഖ്യമന്ത്രി, PC വിഷ്ണുനാഥിനെ പരിചയപ്പെടുത്തുന്നത് മുഖ്യമന്ത്രി, വിഷ്ണുനാഥ് പ്രപ്പോസൽ കൊടുക്കുന്നത് മുഖ്യമന്ത്രി പറഞ്ഞിട്ട്, ബാബുരാജിന്റെ പോക്കുവരവ് നടത്താൻ പറയുന്നത് മുഖ്യമന്ത്രി, അതിന്റെ ഇടപാട് നടത്തി കൊടുത്തത് മുഖ്യമന്ത്രി. അതിനുശേഷം മല്ലേരി ശ്രീധരൻ നായർ കൊടുത്ത പണം
കൈപ്പറ്റിയത് മുഖ്യമന്ത്രി, ഇങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ. അവസാനം പറയുന്നു CPM പണം വാഗ്ദാനം ചെയ്ത വാർത്ത പുറത്ത് പറയാൻ നിർദ്ദേശിക്കുന്നതും മുഖ്യമന്ത്രി. അപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെയുള്ള തിരക്കഥ അത് പല രീതിയിലായി പല എപ്പിസോഡുകളിലായി ഇപ്പോൾ പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നു എന്നതല്ലാതെ മറ്റൊന്നും ഇതിനെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഒരു കാര്യത്തിൽ സംശയമില്ല, ഇവിടെ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ വളരെ സ്ഫോടനാത്മകമായ രീതിയിൽ ഇതിന്റെ എല്ലാം പിന്നിലുള്ള ഗൂഢാലോചന പുറത്തു വരും. സമയം അനുവദിക്കുകയാണെങ്കിൽ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇന്ന് ഈ കേസിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ ക്രോസ് വിസ്താരം നടന്ന ഒരു ദിവസമാണ്. ഇത്രയും ദിവസം ഈ അപവാദ വ്യവസായം നടത്തുന്നതിന് സഹായകരമായ രീതിയിൽ മാധ്യമങ്ങളിലടക്കം എന്താ പറയുക ഇത്തരത്തിലുള്ള ഒരു പരസ്യമായ ചർച്ചകൾക്കൊക്കെ വഴിതെളിക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ പോയിരുന്നു. ഇന്നിപ്പോൾ വളരെ രഹസ്യമായി, ഒരുപക്ഷെ അത് ഗുണകരമായി ഭവിക്കട്ടെ, അത് അങ്ങനെ തന്നെ വരട്ടെ. കാരണം ആ കേസിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ ക്രോസ് വിസ്താരം നടന്നിരിക്കുകയാണ്. ബിജു രാധാകൃഷ്ണനാണ് മുഖ്യപ്രതിയായി ഈ തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള ആളെ ഇന്ന് വിസ്തരിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതായാലും അവിടെ KB ഗണേഷ് കുമാറിനെ പോലെ ബാലകൃഷ്ണ പിള്ളയെ പോലെയുള്ള ഈ കേസിന്റെ പിന്നാമ്പുറങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ആളുകളുടെ യഥാർത്ഥ ചിത്രം ഈ കേസിൽ ഏറ്റവും നിർണായകമായ ഗൂഢാലോചന നടത്തുന്ന വിധത്തിൽ കാരണക്കാരായിട്ടുള്ള മുഴുവൻ ആളുകളെ സംബന്ധിച്ചും തെളിയിക്കപ്പെടട്ടെ എന്ന് മാത്രമേ ഞാൻ ഈ അവസരത്തിൽ പറയുന്നുള്ളൂ. കാര്യത്തിലൊരു പുതിയൊരു കാര്യവും താങ്കൾ പറയുന്നില്ല ഷിഡീൻ കുര്യാക്കോസ് എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ശ്രീമതി സരിത, ഇക്കാര്യത്തിൽ അങ്ങനെ ഒരു ആക്ഷേപമുണ്ട് എങ്കിൽ കേരളത്തിലെ പ്രതിപക്ഷം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ സരിത ആരോപണങ്ങൾ ഉന്നയിക്കാൻ വേണ്ടി തയ്യാറാകണമെന്നും അതിന് 10 കോടി രൂപ നൽകാൻ തയ്യാറാണെന്നും ഒരു പ്രശാന്ത് വിളിച്ചു പറയുന്നു. അക്കാര്യം ഭരണകക്ഷി അംഗങ്ങളെ അറിയിക്കുന്നു. ഭരണകക്ഷി അംഗങ്ങൾ അത് വാർത്താസമ്മേളനത്തിൽ പറയാനാണ് ആവശ്യപ്പെടുന്നത്. അതിനപ്പുറത്തേക്ക് തെളിവ് ഹാജരാക്കാനില്ല എന്ന് പറയുന്നത് എത്ര കണ്ട് വിശ്വസനീയമാണ്? ഞാനൊരു കാര്യം ആദ്യമേ പറയാം. നികേഷ്, ഈ വിഷയം നടക്കുന്നത് 2014-ലാണ്. അതായത് കമ്മീഷൻ അതിന്റെ നടപടിക്രമങ്ങളുമായിട്ട് മുമ്പോട്ട് സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന സമയത്ത് ആ സമയത്ത് നടക്കുന്ന വിഷയങ്ങൾ ഒത്തിരി പേര് നമ്മളെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ഇലക്ഷൻ അടുത്തായിരുന്നു, ലോക്സഭ ഇലക്ഷൻ അടുത്തുള്ളതുകൊണ്ട്. അപ്പൊ അതിനോട് ബേസ് ചെയ്ത് ഒത്തിരി പേര് നമ്മളെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഇടതുപക്ഷത്തുനിന്നാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ ഒരു പ്രശാന്ത്, അയാളുടെ വേറെ പോസ്റ്റ് ഞാൻ ചോദിച്ചില്ല, അയാൾ ഏത് എസ്റ്റിയിലുള്ളതാണെന്ന് ഞാൻ അന്വേഷിച്ചില്ല, അയാൾ കമ്മ്യൂണിസ്റ്റിലാണോ എന്ന് എനിക്കറിയില്ല. കാര്യം അയാൾ ഒരു അപ്പം വന്ന് പ്രത്യക്ഷപ്പെട്ട വ്യക്തിയാണ്. ആ വ്യക്തി ഇതുപോലെ ഇങ്ങനെ EP ജയരാജന്റെ ഒക്കെ പാർട്ടിയിൽ നിന്ന് വന്നതാണ്. ഇങ്ങനെ പിന്നെ സത്യങ്ങൾ വിളിച്ചു പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 10 കോടി രൂപയോളം തരാൻ പറ്റും, ഒരു വീട് തരാൻ പറ്റും, ഇത് കുറെ ഓഫേഴ്സ് പറഞ്ഞു. അങ്ങനെ ഒരു ഓഫീസായിട്ട് ഒരാൾ വന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അതിന് വിശ്വാസ്യത തോന്നുന്നില്ല. തന്നെയല്ല അങ്ങനെ വിശ്വാസ്യത തോന്നിയിരുന്നുവെങ്കിൽ ആ ഓഫർ എടുക്കുമായിരുന്നോ? ഇല്ല, ഒരിക്കലും ഇല്ല. കാര്യം എന്റെ നിലപാടുകൾ വ്യത്യസ്തമായിരുന്നു. ഈ ജയിലിൽ വെച്ച് തന്നെ എന്റെ അമ്മയുടെ പ്രേരണയോടുകൂടി നമ്മുടെ വ്യത്യസ്തമായ ഒരു നിലപാടാണ് ഞാൻ ഈ കാര്യത്തിൽ കൈക്കൊണ്ടിരുന്നത്. അത് ഫോളോ ചെയ്ത് തന്നെയാണ് മുമ്പോട്ട് പോയിരുന്നത്. അങ്ങനെ സത്യം പറയാൻ വേണ്ടി പൈസ വാങ്ങിയിട്ട് കാര്യമുണ്ടോ? നമ്മൾ ഏതെങ്കിലും ഒരു ഗൂഢാലോചന ആണെങ്കിൽ എന്തെങ്കിലും പറയുന്നെങ്കിൽ അത് ഏതെങ്കിലും ഒരു കണ്ടക്ട് വെച്ച കാര്യം ആരെങ്കിലും തെറ്റിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു അട്ടിമറിക്കുന്നോ ഗൂഢാലോചന എന്നൊക്കെ പറയാം. സത്യം പറയാൻ വേണ്ടി ആ ഒരു സപ്പോർട്ട് ആണ് നമുക്ക് ആവശ്യം. അല്ല ആരുടെ ഗൂഢാലോചനയിലാണ് നമ്മൾ പങ്കാളികളാവേണ്ടത്? സരിത, ആ കാലഘട്ടത്തിൽ ആരാണോ പണം തരുന്നത് അവർക്കൊപ്പം നിൽക്കാം എന്നൊരു പൊസിഷൻ എടുത്തിരുന്നോ? അതുകൊണ്ടാണോ ഇപ്പോൾ 2 ഭാഗങ്ങളിൽ നിന്നും ആളുകൾ വരുന്നത്? ഒന്ന് EP ജയരാജൻ പറഞ്ഞു വിട്ടതാണെന്ന് പറഞ്ഞൊരു പ്രശാന്ത് വരുന്നു. വേറൊരു ഭാഗത്ത് തമ്പാനൂർ രവിയും ബെന്നി ബെഹനാനും നിൽക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുകയാണല്ലോ, അപ്പോൾ പിന്നെ എന്തിനാണ് EP ജയരാജൻ്റെ ഓഫർ എടുക്കുന്നത് എന്ന നിലയിൽ 2 ഭാഗങ്ങളായ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ 2 ആളുകളും സരിതയോട് ഈ വിഷയത്തിൽ ബാർഗെയിൻ ചെയ്യുകയായിരുന്നോ? നികേഷ്, ഈ കാര്യത്തില് ഞാൻ ആരുടെ ബാർഗെയിനിങ്ങിനോ ബ്ലാക്ക് മെയിലിനോ നിന്നിട്ടില്ല. ഇത് പലപ്പോഴും മാധ്യമങ്ങളിൽ ഈ കോൺഗ്രസ്സുകാർ തന്നെ മറച്ചുവിട്ട ഒരു കഥ മാത്രമാണ്. അത് അവർക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാതിരിക്കണം. ഭാവിയിൽ എപ്പോഴെങ്കിലും മാറുകയാണെങ്കിലും വിശ്വാസം വരരുത്. അതിനുവേണ്ടി അവർ തന്നെ ഉണ്ടാക്കിയ ഓരോ കഥകളാണെന്ന് ഇപ്പൊ ഞാൻ ഉറച്ചു വിശ്വസിക്കും. രണ്ടാമത്, ഞാൻ കോൺഗ്രസ്സുകാരോട് ചോദിച്ചത്
അവരുടെ ഓഫേഴ്സോ പാക്കേജോ ബ്ലാക്ക് മെയിലിംഗ് മണിയോ ഒന്നുമല്ല. ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും വൈദ്യുത മന്ത്രിയും ഞങ്ങളുടെ കമ്പനിക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞ് വാങ്ങിച്ച പണം തിരിച്ചു വയ്ക്കാൻ മാത്രമേ ചെയ്യുള്ളൂ. അത് എൻ്റെ ഒരു നോർമൽ ആവശ്യമാണ്. കാര്യം നമ്മളുടെ കേസുകൾ തീർക്കാൻ അതല്ലാതെ എനിക്ക് വേറെ വഴിയില്ല. അല്ലാതെ എനിക്ക് പൊളിറ്റിക്കലായിട്ട് ഒരു ഇൻട്രസ്റ്റ് ഒരു കാര്യത്തിലുമില്ല. തുടരുക. അഡ്വക്കേറ്റ് രാജേന്ദ്രൻ, ഇന്നിപ്പോൾ ക്രോസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഡിജിറ്റൽ തെളിവുകൾ ഹാജരാക്കാം എന്ന് സരിത ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷന് മുമ്പാകെ വ്യക്തമാക്കിയിരുന്നതാണ്. പക്ഷേ അതിന് കഴിഞ്ഞില്ല എന്ന് അവർ തന്നെ പിന്നീട് വിശദീകരിക്കുകയുണ്ടായി. ഒപ്പം തന്നെ തമ്പാനൂർ രവിയുടെ ടെലിഫോൺ രേഖ താങ്കളാണ് ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷന് മുമ്പാകെ സമർപ്പിച്ചിട്ടുള്ളത്. എസ് അച്യുതാനന്ദൻ DGPക്ക് നൽകിയ ഇതേ ശബ്ദരേഖയിൽ അന്വേഷണം വേണ്ടതില്ല എന്ന് പോലീസ് തീരുമാനിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നു. ഇത്തരം രേഖകൾ എങ്ങനെയാണ് ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷന് കാര്യക്ഷമമായി ഉപയോഗിക്കാൻ കഴിയുക? ഇന്ന് തുടർച്ചയായ 7ാം ദിവസമാണ് സരിത എസ് നായർ മൊഴി കൊടുത്തത്. അവർ ഇന്നലെ വരെ കൊടുത്ത മൊഴികളും കഴിഞ്ഞ 2 വർഷമായി കമ്മീഷന് മുമ്പ് വന്ന മൊഴികളെയും ഒന്നുകൂടെ ബലപ്പെടുത്തുന്ന തെളിവുകളാണ് ഇന്ന് കമ്മീഷൻ മുമ്പ് ഹാജരാക്കിയിരിക്കുന്നത്. അത് ഇന്നത്തെ തെളിവ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തേക്ക് ഗുണകരമാണെന്നുള്ള ഡീൻ കുര്യാക്കോസിൻ്റെ വിശ്വാസം രക്ഷിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതിലെ ഏറ്റവും സുപ്രധാനമായ തെളിവ് തമ്പാനൂർ രവിയുടെ ഫോൺ സംഭാഷണമാണ്. അത് റിപ്പോർട്ടർ TVയിൽ നിന്ന് കിട്ടിയ പെൻഡ്രൈവാണ് ലോയേഴ്സ് യൂണിയൻ ഹാജരാക്കിയത്. അതിൽ അതീവ ഗൗരവമായ പ്രശ്നമാണ്. ഈ കമ്മീഷൻ നിയോഗിച്ചത് സർക്കാരാണ്. സത്യം കണ്ടെത്താനാണ് കമ്മീഷനെ സർക്കാർ നിയോഗിച്ചത്. ആ സർക്കാരിൻ്റെ തലവനായ മുഖ്യമന്ത്രിയുടെ ആവശ്യപ്രകാരമാണ് തമ്പാനൂർ രവി സത്യം പറയരുത്, മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ പറയണം എന്നാവശ്യപ്പെടുന്നത്. ഇത് അതീവ ഗൗരവമേറിയ ഒരു കുറ്റകൃത്യം തന്നെയാണ്. ആ കുറ്റകൃത്യത്തെ സംബന്ധിച്ച് കേസെടുക്കേണ്ടതാണ്. കഴിഞ്ഞ ദിവസം സുകേഷിനെതിരെ കേസെടുത്ത അതേ സംവിധാനത്തിൽ നിന്നുകൊണ്ട് വലിയ അഴിമതി മറച്ചു വെക്കാൻ പര്യാപ്തമായ തരത്തിൽ കളവ് പറയണമെന്ന് ആവശ്യപ്പെടുന്നത് കുറ്റകൃത്യമാണ്. ആ തെളിവ് കൃത്യമായിട്ടെടുക്കണം. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു 10 കോടി രൂപയുടെ വാഗ്ദാനം പറഞ്ഞു. അതിൽ ഇന്ത്യ ടുഡേയിലാണ് ആ വാർത്ത വന്നത്. ആ വാർത്ത പ്രസിദ്ധീകരിച്ച ലേഖകനും അദ്ദേഹത്തിന് സരിതയുമായി നടത്തിയ ഓഡിയോ സംഭാഷണവും ഹാജരാക്കുന്ന ദിവസം ഞാൻ കമ്മീഷനിലുണ്ടായിരുന്നു. ആ ഓഡിയോയിൽ സജി ചെറിയാൻ എന്ന് പറയുന്ന CPIMൻ്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയുടെ പരാമർശം ഉള്ളതായി ഇന്ത്യ ടുഡേയുടെ മാഗസിനിൽ വന്നിരുന്നു. പക്ഷേ ഓഡിയോ കേൾപ്പിച്ചപ്പോൾ അത് ശശി തരൂർ എന്നാണ് വന്നത്. കമ്മീഷൻ ആവർത്തിച്ച് 8 തവണ ആ ഓഡിയോ പ്ലേ ചെയ്തു. ആ 8 തവണയും കൃത്യമായി സജി ചെറിയാൻ എന്നതിന് പകരം ശശി തരൂർ എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ തന്നെ അന്ന് ഹാജരാക്കപ്പെട്ട ഓഡിയോ സംബന്ധിച്ചും അതിൻ്റെ വിശ്വാസ്യത സംബന്ധിച്ചും കമ്മീഷനിൽ ശക്തമായ ആക്ഷേപം ഉയർന്നു വന്നതാണ്. ഇന്ന് കമ്മീഷൻ മുമ്പാകെ ഹാജരാക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവെന്ന് പറയുന്നത് പോലീസ് അസോസിയേഷനുമായി ബന്ധപ്പെട്ടതാണ്. രാജു എബ്രഹാം കേരള നിയമസഭയിൽ അവിശ്വാസ പ്രമേയം ഉന്നയിച്ചുകൊണ്ട്, അടിയന്തര പ്രമേയം ഉന്നയിച്ചുകൊണ്ട് ഈ പ്രശ്നം ഉന്നയിച്ചതാണ്. അന്ന് ഒരു തെളിവും ഇല്ലെന്ന് പറഞ്ഞതാണ്. പക്ഷേ അത് ഉണ്ട് എന്ന വസ്തുതയാണ് ഇന്നലെ സരിത വാക്കുകളിൽ കൂടെ പറഞ്ഞത്. ഇന്ന് ലോയേഴ്സ് യൂണിയൻ കേരള പോലീസ് അസോസിയേഷൻ്റെ സർക്കുലറിൻ്റെ ഫോട്ടോ കോപ്പിയാണ് ഹാജരാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സുപ്രധാനമായിട്ടുള്ള തെളിവുകൾ ഓരോന്നോരോന്നായി വരികയാണ്. ശിവൻ ഡി കുര്യാക്കോസ് പറയാനുള്ളത്, മുഖ്യമന്ത്രിയുടെ 14 മണിക്കൂർ നേരത്തെ മൊഴിയെ ബലപ്പെടുത്താൻ ഒരു രേഖയില്ല, ഒരു തെളിവുമില്ല. പക്ഷേ ജുഡീഷ്യൽ കമ്മീഷനിൽ വന്നിരിക്കുന്ന തെളിവുകളെ ബലപ്പെടുത്തുന്നതാണ് സരിത എസ് നായർ. ഇതിൻ്റെ അർത്ഥം സരിത എസ് നായർ പറയുന്നത് 100% ശരിയാണ്, അവർ 100% സത്യം പറയുന്നു എന്ന അഭിപ്രായമില്ല. ഇന്ന് കമ്മീഷനിൽ വന്ന അതിനേക്കാൾ ഗൗരവമേറിയ പരാമർശം ഷിബു ബേബി ജോണുമായി ബന്ധപ്പെട്ടതാണ്. കണ്ട വായി നോക്കിയവരുടെയൊക്കെ മുമ്പിൽ പോയി 14 ഇവിടെ ഒരു സത്യം കൂടെ ഞാൻ തുറന്നു പറയാം. നേരത്തെ ഇന്നത്തെ മൊഴിയിൽ തന്നെയാണ് എന്നാണ് എൻ്റെ ഓർമ്മ. ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷന് മുമ്പാകെ ഹൈക്കോടതിയിൽ ഒരു റിട്ട് സമർപ്പിക്കാൻ ഈ നേരത്തെ പറഞ്ഞ ഗോഡ് ഫാദർമാർ സരിതയെ ബന്ധപ്പെട്ടുവെന്നും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് റിട്ട് സമർപ്പിച്ചത് എന്നും പറയുമ്പോൾ അതിനകത്ത് ആണ്ടുകിടക്കുന്നൊരു സത്യം, ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ച
സംസ്ഥാന സർക്കാർ തന്നെ അല്ലെങ്കിൽ അതിൻ്റെ ഉന്നതാധികാരികൾ തന്നെ അതിനെ അട്ടിമറിക്കാനും ശ്രമിക്കുന്നുണ്ട് എന്നാണ്. തീർച്ചയായിട്ടും അതിന്റെ തെളിവുകളാണ് ഈയിടെയായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് എനിക്ക് നോട്ടീസ് അയച്ചു. കമ്മീഷന്റെ പ്രവർത്തനം തുടങ്ങിയ സമയത്ത് എനിക്ക് നോട്ടീസ് വന്നു. ഞാൻ ഈ നോട്ടീസ് മറുപടി കൊടുക്കുന്ന സമയത്ത് ഒരു കാര്യത്തിൽ ഒരു അഡ്വൈസ് വാങ്ങിക്കുന്നതിന് വേണ്ടി തമ്പാനൂർ രവി സാറിനെ കോണ്ടാക്ട് ചെയ്തു. അപ്പൊ സാറ് പറഞ്ഞത് ഇതിന്റെ കാര്യത്തിൽ ബെന്നി ബെഹനാനുമായിട്ടാണ് കോർഡിനേറ്റ് ചെയ്യേണ്ടത്. ബെന്നി വഴിയോ അല്ലെങ്കിൽ സരിത നേരിട്ടോ ഒന്ന് വിളിക്കുമ്പോൾ അദ്ദേഹം വേണ്ട അഡ്വൈസ് തരും. അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ അഡ്വൈസ് ഒരു റിട്ട് പെറ്റീഷൻ, ഇപ്പോഴത്തെ ഇതില് എനിക്ക് കമ്മീഷനുമായിട്ട് സഹകരിക്കാൻ താല്പര്യമില്ല, കമ്മീഷൻ ഏത് രീതിയിലാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്, കമ്മീഷന്റെ സാങ്ക്ടിറ്റി ചോദ്യം ചെയ്തുകൊണ്ട് ഒരു റിട്ട് പെറ്റീഷൻ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഗണേഷ് കുമാറിന്റെ PA പ്രദീപ് കുമാർ വഴിയിട്ടാണ് ദയാശീൽ സാറിനുമായിട്ട് ഈ കാര്യം സംസാരിച്ച് ഞാൻ ഉൾപ്പെടെയുള്ളവർ ചെന്ന് റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യുന്നത്. ശ്രീ ഡീൻ കുര്യാക്കോസ്, CP ജയരാജനെതിരെ മാധ്യമങ്ങളിൽ പറയണമെന്ന് ഉമ്മൻചാണ്ടി തമ്പാനൂർ രവി മുഖാന്തരം സരിതയെ അറിയിക്കുന്നു. 1. 2, ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനെ പ്രതിപക്ഷ ആവശ്യത്തെ തുടർന്ന് നിയോഗിച്ചത് ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടി ബെന്നി ബെഹന്നാനെ വിട്ട് ഈ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനെ മരവിപ്പിക്കുന്നതിന് വേണ്ടി സരിതയെ കൊണ്ട് ഹൈക്കോടതിയിൽ ഒരു റിട്ട് കൊടുപ്പിക്കുന്നു. അപ്പോൾ ഈ കേസിൽ അട്ടിമറി ശ്രമങ്ങൾ എന്ന് പറയുന്നത് മൊഴിമാറ്റത്തിലൂടെ മാത്രമല്ല, മേൽക്കോടതികളെ ഉപയോഗിച്ച് പോലും അത് ചെയ്യാൻ ശ്രമിച്ചു. അല്ല, ഈ പറഞ്ഞത് അത്രയും ഞാൻ പറയുന്നത് ശരിയാണോ എന്നറിയില്ല. ഏതായാലും മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇവർ പറയുന്നത് ഈ കേസിലെ മുഖ്യ പ്രതിയായിട്ടുള്ള ഒരാൾ അവർ ഏകപക്ഷീയമായി പറയുന്നത് ശരിയാണ് എന്ന വിധത്തിൽ അതിനെ മുൻവിധിയോടുകൂടി സ്വീകരിച്ചുകൊണ്ട് ഇത്തരത്തിൽ മാധ്യമ ചർച്ചകൾ നടത്തുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? ഇതിനെതിരെ അതിശക്തമായ പ്രതികരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ പ്രധാനപ്പെട്ട പ്രതി, ഞാൻ പേര് പോലും പറയുന്നില്ല, ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുകയാണല്ലോ, അവരുടെ കഴിഞ്ഞ ദിവസത്തെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ആർ ബാലകൃഷ്ണപിള്ളയുടെ ബന്ധുവിന്റെ വീട്ടിലായിരുന്നു താമസം, പർത്തയിട്ട് PC ജോർജിന്റെ വീട്ടിൽ പോയി, അതുപോലെ ആ കത്തുമായി ബന്ധപ്പെട്ടുള്ള അവരുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടലുകൾ KB ഗണേഷ് കുമാർ, ബാലകൃഷ്ണപിള്ള, PC ജോർജ്, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ, ഇതൊക്കെ എന്താ പറയുക, ഈ കേസിന്റെ കോൺസ്പിരസിയുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായ തെളിവുകളാണെന്ന് പത്രങ്ങൾ വായിക്കുന്ന ഇവർ തന്നെ പറഞ്ഞിട്ടുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. എന്നാൽ അത്രമാത്രം സത്യം പറയുന്ന ബാലകൃഷ്ണപിള്ളയുടെ ബന്ധുവിന്റെ വീട്ടിൽ സരിത താമസിച്ചത് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷമുള്ള 1 മാസമാണ്. ആ കാലഘട്ടത്തിൽ സരിത കോൺഗ്രസിലെ ആളുകളെയാണ് ഗോഡ് ഫാദർമാരായി കണ്ടിരുന്നത്. അതേ തുടർന്ന് ഏതാണ്ട് 2016 വരെയുള്ള കാലഘട്ടത്തിൽ മുഴുവനും സരിത കോൺഗ്രസ് നേതാക്കളെയാണ് അനുസരിച്ചിരുന്നത്. പർദ്ദയിട്ട് വീട്ടിൽ പോയത്, എനിക്ക് തോന്നുന്നത് സരിതക്ക് തന്നെ തുടരാം, പർദ്ദയിട്ട് വീട്ടിൽ പോയിരുന്നത് PC ജോർജ് UDF ഉള്ളപ്പോഴാണ്. PC ജോർജുമായി ഈ അടുത്ത കാലത്ത് ബന്ധപ്പെട്ടിരുന്നു എന്നുള്ളത്, ടെലിഫോണിൽ ബന്ധപ്പെട്ടിരുന്നു എന്നുള്ളത് സരിത വെളിവാക്കിയിട്ടുണ്ട്. ഒരു കാര്യം കൂടി, ജയിലിൽ നിന്നിറങ്ങുമ്പോ ഒരു സുപ്രഭാതത്തിൽ നേരെ അങ്ങ് പോയി ബന്ധുവിന്റെ വീട്ടിലേക്ക് പോവുകയല്ലോ, അതിനൊരു പാസ്റ്റ് ഉണ്ടല്ലോ, പൂർവ്വകാല ബന്ധമുണ്ടല്ലോ. അല്ലാതെ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ബാലകൃഷ്ണപിള്ളയുടെ ബന്ധുവിന്റെ അങ്ങ് പോയതല്ലോ. നിങ്ങൾ അന്വേഷിച്ച് നോക്ക്, നിങ്ങളുടെ അന്വേഷിച്ച് നോക്ക് എന്താ സംഭവിച്ചത്. അല്ല, എനിക്കൊന്നും അറിയില്ല. എനിക്കൊന്നും അറിയില്ല. നിങ്ങൾക്കൊന്നും അറിയില്ല, അതാണ് പ്രശ്നം. എനിക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഇത് ഒരു കാര്യത്തിൽ മാത്രമേ ഇവിടെ പ്രശ്നമുള്ളൂ. എന്ത് പറഞ്ഞാലും ഇതിന് പിന്നിലുള്ള ഗൂഢാലോചന, അതിനെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ വ്യക്തത വരാതെ ഇത്തരത്തിലുള്ള ഒരു മാധ്യമ ചർച്ചയ്ക്ക് യാതൊരു പ്രസക്തിയുമില്ല. പക്ഷേ ശ്രീ ഡീൻ കുര്യാക്കോസ്, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത്, ശരിയാണ്, സരിത പറയുന്നതിന് ഒരുപക്ഷെ വിശ്വാസക്കുറവ് ശ്രീ ഡീൻ കുര്യാക്കോസിന് ആരോപിക്കാം, അല്ലെങ്കിൽ ആർക്കും ആരോപിക്കാം. പക്ഷെ സരിത ഹാജരാക്കിക്കൊണ്ടിരിക്കുന്ന തെളിവുകൾ അത് സംസാരിക്കുന്നില്ലേ? അതേക്കുറിച്ച് ഡീൻ കുര്യാക്കോസ് മൗനം പാലിക്കുകയും സരിത പറയുന്ന കാര്യങ്ങളിൽ അവിശ്വാസമുണ്ട് എന്ന് മാത്രം പറയുകയും ചെയ്യുമ്പോൾ ഇത് കേൾക്കുന്നവർക്ക് അവിശ്വാസം വരും. ശ്രീ ഡീൻ കുര്യാക്കോസ്,
നമുക്ക് ആളുകളെ യുക്തിസഹമായി പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. സരിത ഹാജരാക്കിയ 2 ശബ്ദരേഖകൾ, ഒന്ന് തമ്പാനൂർ രവിയുടെയും രണ്ടാമത്തേത് ബെന്നി ബെഹനാൻ MLA-യുടേതുമാണ്. നിങ്ങളിൽ ആരിൽ നിന്നും വിശ്വസനീയമായ ഒരു മറുപടി അക്കാര്യത്തിൽ കിട്ടാത്തതിൽ ഖിന്നനാണ് ഞാൻ. ഒരു കാര്യം, PC വിഷ്ണുനാഥിനെ പരിചയപ്പെടുത്തി കൊടുത്തത് സരിതാ നായർ മുഖ്യമന്ത്രിയാണെന്ന് പ്രതിയായിട്ടുള്ള സരിതാ നായർ പറഞ്ഞു. PC വിഷ്ണുനാഥ് ആലപ്പുഴ കളക്ടർക്ക് കൊടുത്ത പ്രപ്പോസലിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ച് എന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ടെന്നും ആ കത്തിന്റെ കോപ്പി എന്റെ കൈവശമുണ്ടെന്നും ഈ മുഖ്യമന്ത്രി പറഞ്ഞു. മറ്റൊരു ചാനൽ, മനോരമ ചാനൽ, അല്ല മറ്റൊരു ചാനലോ അല്ലെങ്കിൽ അക്കാര്യത്തിൽ ഒരു പുകമറയോ ഒന്നും ആവശ്യമില്ല. സരിത ഇവിടെ ഉണ്ടല്ലോ. സരിത എന്താണ് അക്കാര്യത്തിൽ മൊഴി നൽകിയിട്ടുള്ളത്? ഞാൻ ചോദിച്ചത് അതൊന്നും അല്ല. ഡീൻ അത് ഇല്ല നിൽക്കൂ അക്കാര്യത്തിലൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കി ഡീനിന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് വിചാരിക്കല്ലേ ദയവായി. ഈ കെട്ടിച്ചമയ്ക്കുന്ന കള്ള തെളിവുകളാണ് ഇതിന്റെ എല്ലാം ആധാരം എന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന കള്ള തെളിവുകൾ ഒരു MLA അദ്ദേഹം നൽകിയ പ്രപ്പോസൽ, ആലപ്പുഴ കളക്ടർക്ക് നൽകിയ പ്രപ്പോസൽ കൃത്യമായി പുറത്തു വന്നിരിക്കുന്നു. ഞാൻ ചോദിക്കുന്നത് അത് എത്ര എന്നാണ്, ഡീൻ പറയുന്നത് പയർ അഞ്ഞാഴി എന്നാണ്. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഒരാൾക്കും കൃത്യമായ മറുപടി നൽകാൻ കഴിയുന്നില്ല. ഉമ്മൻചാണ്ടിയോട് ഈ ചോദ്യം തിരുവനന്തപുരത്ത് ക്യാബിനറ്റ് യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകർ ചോദിച്ചു. ഉമ്മൻചാണ്ടി അതിന് മറുപടി പറയുന്നില്ല. എന്റെ മുന്നിൽ ഇപ്പോൾ ഇരിക്കുന്നത് ശ്രീ ഡീൻ കുര്യാക്കോസ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ. തമ്പാനൂർ രവിയുടെയും ബെന്നി ബെഹന്നാന്റെയും ടേപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തു പറയാനുണ്ട്? തമ്പാനൂർ രവി പറയുന്നു അത് സരിത എന്നെ ഇങ്ങോട്ട് വിളിച്ചതാണ് എന്ന്. ഇങ്ങോട്ട് വിളിച്ച കോളിനാണെങ്കിലും അങ്ങോട്ട് വിളിച്ച കോളിനാണെങ്കിലും നമ്മൾ സാധാരണഗതിയിൽ സംസാരിക്കേണ്ട കാര്യങ്ങൾ നമുക്കെന്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത് അതുമാത്രമല്ലേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂ. ഒന്ന്. രണ്ടാമത്തേത്, ബെന്നി ബെഹൻ പറയുന്നതും അതിന്റെ ആധികാരികത പരിശോധിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരാഴ്ചയായി. നിങ്ങളുടെ കയ്യിലാണ് പോലീസ്. നിങ്ങൾ ആധികാരികത പരിശോധിക്കാൻ വേണ്ടി ഒരു നീക്കവും നടത്തുന്നില്ല. കേവലം എന്തുകൊണ്ട് അല്ല, ജുഡീഷ്യൽ കമ്മീഷന്റെ മുമ്പിൽ അവർ സമർപ്പിച്ചിരിക്കുന്ന ഈ തെളിവുകൾ എന്ന് പറയുന്ന CD-യും മറ്റു കാര്യങ്ങളും അത് കേവലം എന്താ പറയാ സപ്പോർട്ടിംഗ് എവിഡൻസ് ആയിട്ട് മാത്രം ഈ കേസിന്റെ കാര്യത്തിൽ പരിഗണിക്കുന്നതാണ്. അതിന്റെ ആധികാരികത ഫോറൻസിക് റിപ്പോർട്ട് ഉൾപ്പെടെ പുറത്തു വരണം. അത് പുറത്തു വന്നതിന് ശേഷം പൂർണ്ണമായും ജുഡീഷ്യൽ കമ്മീഷൻ അത് ശരിയാണെന്ന് കണ്ടെത്തിയെങ്കിൽ മാത്രമേ അതിനെ സംബന്ധിച്ച് പ്രതികരിക്കേണ്ട ബാധ്യതയുള്ളൂ. അല്ലാതെ ഇവർക്ക് ഹാജരാക്കുന്നത് മുഴുവൻ ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുൻവിധിയോടുകൂടി ചർച്ചയ്ക്ക് പങ്കെടുക്കാനും ധൈര്യം കാണിക്കുന്നുണ്ടല്ലോ. ശ്രീ സുനിൽകുമാർ, താങ്കൾ ഇന്നസെന്റ് ഇരിക്കുന്ന പോലെ ഇരിക്കല്ലേ? കാര്യം പറയൂ. ഇ പി ജയരാജൻ പറഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞ് ഒരാൾ വന്നു കണ്ടു എന്നാണ് സരിത ഇപ്പോഴും പറയുന്നത്. ഇപ്പോൾ സരിത നിങ്ങളുടെ പക്ഷത്താണല്ലോ. സരിത ഇപ്പോഴും പക്ഷേ ഇ പി ജയരാജൻ പറഞ്ഞൊരു പ്രശാന്ത് വന്ന് കണ്ടു എന്ന് പറയുന്നു. 10 കോടി രൂപയുടെ മോഹന വാഗ്ദാനവുമായി. ഇ പി ജയരാജൻ എന്തിനാണ് പ്രശാന്തിനെ അയച്ചത്? 10 കോടി രൂപയും വീടും കൊടുക്കാമെന്ന് പറഞ്ഞ്. നികേഷ, ഒരു കാര്യം ഞാൻ പറയാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സോളാർ അഴിമതി കേസ് ഒരു അഴിമതി എന്ന നിലയിൽ ഉന്നയിച്ചത് ഈ പറയുന്ന ഈ കേസിലെ പ്രതിയായിട്ടുള്ള സരിതയുടെ അംഗീകാരമോ അവരുടെ പിന്തുണയോ തേടിയിട്ടല്ല. അതുകൊണ്ട് സരിത ഞങ്ങളുടെ ഭാഗത്താണെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അത് അർത്ഥശൂന്യമായ കാര്യമാണ്. ഞങ്ങളെ സംബന്ധിച്ച് അതൊന്നൊരു വിഷയമല്ല. ഇവരിതൊരു മറ്റു രീതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതൊരു വലിയ അഴിമതിയാണ്. ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വി പി ജയരാജൻ 10 കോടി കൈക്കൂലി ചോദിച്ചു, 10 കോടി കൊടുക്കാമെന്ന് ഏതൊരാളുമായി വിട്ട് സംസാരിച്ചു എന്നാണ് പറയുന്നത്. അത് കോൺഗ്രസ്സുകാർ വലിയ ആരോപണമായിട്ട് മുന്നോട്ട് വയ്ക്കുകയാണ്. അതേ സമയത്ത് തന്നെ സരിത പറയുന്ന മറ്റാരോപണങ്ങളെല്ലാം അവർ വളരെ വലിയ ക്രിമിനലാണ്, കൊള്ളരുതാത്തവളാണ്, അങ്ങനെ ഒരാൾ പറയുന്ന കാര്യത്തെപ്പറ്റി ചർച്ചയേ വേണ്ട എന്ന് ഡീൻ കുര്യാക്കോസ് കൂടെ പറയുകയും അതേ വ്യക്തി തന്നെ 10 കോടി വാങ്ങി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ച സരിതയുടെ മൊഴി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുണ്ടായിരിക്കുന്ന ഇന്ത്യ ടുഡേയുടെ വാരിക എടുത്ത് പൊക്കിപ്പിടിക്കുകയും ചെയ്യാണ്. ഈ വൈരുദ്ധ്യം ഈ കേൾക്കുന്ന ആളുകൾ ആദ്യം മനസ്സിലാക്കണം. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഇ പി ജയരാജൻ നേരിട്ട് സരിതയെ വിളിക്കുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. ഇ പി ജയരാജൻ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞൊരാൾ വിളിച്ചു എന്നാണ്. ആ പറഞ്ഞ ആളെ ഇനി ഉമ്മൻചാണ്ടി തന്നെ പറഞ്ഞതാണോ അല്ല കോൺഗ്രസ്സുകാർ പറഞ്ഞാണോ നമുക്കറിയില്ല. കാരണം ആ സമയത്തൊക്കെ UDF നേതാക്കന്മാരുടെ കസ്റ്റഡിയിൽ ഇരുന്ന ആളാണ് ശ്രീമതി സരിത എസ് നായർ. രണ്ടാമത്തെ പ്രശ്നം,
ഇവിടെ വളരെ പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ഇവിടുത്തെ വിഷയം ശ്രീമാൻ തമ്പാനൂർ രവി ഇതുവരെ സരിത എസ് നായരുമായി നടത്തിയ സംഭാഷണം അങ്ങോട്ട് വിളിച്ചു എന്ന കാര്യമല്ലാതെ ആ സംഭാഷണത്തെ ഇതുവരെ നിഷേധിച്ചിട്ടില്ല. എന്നാൽ ഒരു കാര്യം ഇതിനകത്ത് വ്യക്തമാക്കേണ്ടത്, ഇവരെല്ലാം പറയുന്നത് സരിത 38 കേസിലെ പ്രതിയാണ്. അത് മാത്രമല്ല, ഇവർ ഒരുപാട് ആൾ തട്ടിച്ച ആളാണ്, ജയിൽ കിടന്ന തട്ടിപ്പുകാരിയാണ്. ഈ തട്ടിപ്പുകാരിയാണ് എന്നറിയാതെ ഉമ്മൻചാണ്ടിയും സംഘവും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കോൺഗ്രസ്സുകാരെല്ലാം ഇവരാരാണെന്ന് അറിയാതെയാണ് ഇവരുമായി ബന്ധപ്പെടേണ്ടി വന്നതെന്ന് ഇവർ പറയുന്നു. എന്നാൽ അതിനുശേഷം സരിത അറസ്റ്റ് ചെയ്തു, ജയിലിലടച്ചു, മാസങ്ങളോളം ജയിൽ കിടന്നു, പുറത്തു വന്ന ഒരു കമ്മീഷൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അന്വേഷണ കമ്മീഷൻ തെളിവെടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ശ്രീമാൻ ഉമ്മൻചാണ്ടി തെളിവെല്ലാം കൊടുത്തതിന് ശേഷം ശ്രീമതി സരിത അങ്ങോട്ട് വിളിച്ചാൽ ഇവർ തട്ടിപ്പുകാരിയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എന്തിനാണ് ഈ തമ്പാനൂർ രവി ഇത്രയും വിശദമായി ഉപദേശങ്ങൾ കൊടുത്തത്? ഒരു വിളി മാത്രമല്ലല്ലോ, അതൊക്കെ നമ്മൾ കണ്ടന്റ് എന്തായിരുന്നു വ്യക്തമാണ്. പി സി ജോർജ് ടെലിഫോൺ ലൈനിൽ. പി സി ജോർജ്, ഇക്കാര്യത്തിൽ നേരത്തെ ശ്രീ ഡീൻ കുര്യാക്കോസ് പറയുകയായിരുന്നു താങ്കളുടെ വസതിയിൽ സരിത പർദ്ദയിട്ട് വന്ന കാര്യവുമൊക്കെ. അപ്പോൾ ഈ നിലയിൽ ഗൂഢാലോചനകളുടെ ചുരുളഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒന്ന്, ഇ.പി. ജയരാജൻ ഒരു പ്രശാന്തിനെ പറഞ്ഞു വിടുന്നു, പ്രശാന്ത് 10 കോടി രൂപ വാഗ്ദാനം ചെയ്യുന്നു, താങ്കളുടെ വീട്ടിൽ പർദ്ദയിട്ട് വരുന്നു, ആർ ബാലകൃഷ്ണപിള്ളയുടെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ സരിത എസ് നായർ താമസിക്കുന്നു. അങ്ങനെ ഗൂഢാലോചനയുടെ ചുരുളഴിയുന്നതിൻ്റെ കഥ പറയുകയായിരുന്നു ഡീൻ കുര്യാക്കോസ്. നികേഷേ, ഞാൻ ഒരു മരണ വീട്ടിലാണെങ്കിൽ ഞാൻ നികേഷ് ചോദിച്ചുകൊണ്ട് പറയുക, ഞാൻ ദുഃഖകരമായ ഒരു അന്തരീക്ഷമാണ്, എങ്കിലും പറയട്ടെ, എരുമയില്ല. സങ്കടം എന്താന്ന് വെച്ചാൽ, ഇവിടെ ഈ സരിത 10 കോടി രൂപ സരിതയ്ക്ക് കൊടുക്കാമെന്ന് ഇ.പി. ജയരാജൻ പറഞ്ഞെങ്കിൽ അവരുടെ സ്വഭാവം അറിയാതെ 2 കൊല്ലം മുമ്പ് നമ്മുടെ ബെന്നിയും രവിയും ഒക്കെ സംസാരിച്ച് അവർ ടേപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവരുടെ കാണണമല്ലോ, അവര് വിടുവോ അങ്ങനെയുണ്ടെങ്കിൽ? അപ്പോ ഈയനും കള്ള ആരോപണമൊന്നും ഉന്നയിച്ച് വെളുപ്പാക്കാൻ നോക്കിയ വെളുക്കില്ല, കറുത്തത് തന്നെയാണ്, അപമാനകരമാണ്. ശരിയാണ്. ഞാൻ താങ്കളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നില്ല. ശ്രീമതി സരിത, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ 2 കാര്യങ്ങളെക്കുറിച്ച് പ്രധാനമായും പറഞ്ഞല്ലോ. ഒന്ന്, തമ്പാനൂർ രവിയുടെ ശബ്ദരേഖ, 2 ബെന്നി ബെഹന്നാന്റെ ശബ്ദരേഖ. അതിന് ഇപ്പോഴും UDF ഒരാളും കൃത്യമായ മറുപടി പറയുന്നില്ല. പക്ഷേ ഏറ്റവും ആധികാരികവും പ്രധാനപ്പെട്ടതുമായ രേഖ മലയിലിൽ ശ്രീധരൻ നായരുടെ കേസിൽ മലയിലിൽ ശ്രീധരൻ നായർ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടാണ് ഞാൻ ടീം സോളാറിൽ പണം നിക്ഷേപിച്ചത് എന്നുള്ളതാണ്. അതിൽ ഉമ്മൻചാണ്ടി ഏറ്റവും ഒടുവിൽ സോളാർ അന്വേഷണ കമ്മീഷന് മുമ്പാകെ നൽകിയ മൊഴിയിലും പറയുന്നുണ്ട്, മലയിലിൽ ശ്രീധരൻ നായർ എന്നെ ഒറ്റയ്ക്കാണ് വന്ന് കണ്ടത്, പിന്നീട് ക്രഷേഴ്സ് യൂണിയൻ്റെ മറ്റു ഭാരവാഹികൾ വന്നു, അപ്പോൾ മലയിൽ ശ്രീധരൻ നായർ എനിക്ക് പരാതി തന്നിട്ട് പോയി എന്ന് പറഞ്ഞു. വളരെ കൃത്യമായി ഓർമ്മയുള്ളതുപോലെയാണ്, ഇന്നലെ നടന്നതുപോലെ ഓർമ്മയുള്ളതുപോലെയാണ് ഉമ്മൻചാണ്ടി അത് വിശദീകരിച്ചിട്ടുള്ളത്. പക്ഷേ സരിത പറയുന്നതോ മറ്റൊരു കഥ. അതിൽ ദൃശ്യങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതാകുന്നത് ആ ദൃശ്യങ്ങളാണ്. എന്തുകൊണ്ട്? അല്ലെങ്കിൽ ഇന്ന് ഡിജിറ്റൽ രേഖകൾ സമർപ്പിക്കാൻ തയ്യാറായിരുന്നു, പക്ഷെ കഴിഞ്ഞില്ല എന്നാണ് സരിത തന്നെ വിശദീകരിച്ചിട്ടുള്ളത്. ഈ ഡിജിറ്റൽ രേഖകളുടെ കൂട്ടത്തിൽ ആ പറയുന്ന ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നോ? ആ ദൃശ്യങ്ങളോ ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി എന്റെ സ്റ്റാഫ് എടുത്തതാണ്. അതിപ്പോ ഇങ്ങനെ ആവുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്നാലും അങ്ങനെ രേഖകളുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ പിന്നെ നിഷേധം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു നിലനിൽപ്പിന്റെ പ്രശ്നമാണ്, മുഖ്യമന്ത്രിയുടെ. അല്ല, ഞാനൊന്നും പറയുന്നത് കേട്ടില്ല. സരിത എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ആ ഡിജിറ്റൽ രേഖയുടെ കൂട്ടത്തിൽ ഈ ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നോ? ഈ ദൃശ്യങ്ങളുണ്ട്. ഉണ്ട്. അപ്പൊ ഇന്ന് സമർപ്പിക്കുമായിരുന്നു, കാര്യങ്ങൾ വൈകിയില്ലായിരുന്നുവെങ്കിൽ. ഇന്ന് ഇൻ ക്യാമറ കുറച്ച് കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു, അത് കുറെ വൈകിപ്പോയി. അത് നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ട്. സോളാർ കമ്മീഷൻ നമ്മൾ ശരിക്കും ലേറ്റ് അയക്കുമ്പോൾ നമുക്ക് സഫീഷ്യന്റ് ടൈം കിട്ടാത്ത പോലെയൊക്കെ ഈ പ്രോസസ് ഉണ്ടായിരുന്നത്. ബജറ്റ് സമ്മേളനം വരാനിരിക്കുകയാണ് ശ്രീ VS സുനിൽകുമാർ MLA. അപ്പോഴാണ് ഇങ്ങനെ ഒരു ദൃശ്യം പുറത്തു വരുന്നത് എങ്കിൽ എന്തായിരിക്കും അതിൻ്റെ പ്രത്യാഘാതം? എൻ്റെ നികേഷേ, അതിൻ്റെ പ്രത്യാഘാതം എന്ന് പറയുന്നത് അത് ആ പ്രത്യാഘാതം നേരിടേണ്ട ആളിൻ്റെ മര്യാദയും ജനാധിപത്യ മൂല്യബോധവും ഒക്കെ അനുസരിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ഇന്നലെ എന്നെ വയനാട്ടിൽ നിന്ന് ഒരാൾ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, നാട്ടിൽ എത്രയോ പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾ എന്തിനാണ് ഈ ഒരു കാര്യത്തെപ്പറ്റി ഇങ്ങനെ പിറകെ പോകുന്നതെന്ന് ചോദിക്കുന്ന ആൾ നമ്മുടെ നാട്ടിലുണ്ട്. ഞാൻ അങ്ങനെ വിചാരിക്കുന്ന ആളല്ല. പക്ഷേ നമ്മുടെ നാടിനെ അപഹസിച്ചുകൊണ്ടിരിക്കുന്ന
ഇത്രയും നാളുകളായി നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ നേതൃത്വത്തെയും ഭരണ നേതൃത്വത്തെയും അപഹസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമായി ഇത് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ചീഞ്ഞു നാറുന്ന അഴിമതിയുടെ ഒരു കഥയാണ്. ആ കഥയിലെ കഥാപാത്രങ്ങളെ പറ്റിയിട്ടുള്ള പല തെളിവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവിനെ പറ്റിയാണ് നികേഷ് പറയുന്നത്. ഇന്നലെ വരെ നിഷേധിച്ച പല കാര്യങ്ങളും പുറത്തു വന്നിട്ടും സത്യമാണ് തെളിഞ്ഞിട്ടും ഒരു കുലുക്കവുമില്ലാത്ത ആളുകളാണ് ഈ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നേരത്തെ ഡീൻ കുര്യാക്കോസ് ഒരു കാര്യം പറഞ്ഞു. ഈ സരിത എസ് നായർക്ക് കൊടുത്ത കത്തിനകത്ത് ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടാണ് കത്തെഴുതിയത് എന്ന് അതിനകത്ത് ഉണ്ടോ എന്ന് ചോദിച്ചു. സരിത മറുപടി പറയേണ്ട കാര്യമാണ്. പക്ഷെ ഞാൻ ഡീൻ കുര്യാക്കോസിനോട് ചോദിക്കട്ടെ, യാതൊരുവിധ പരിചയവുമില്ലാത്ത, വിഷ്ണു പറഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്കൊരു പരിചയമില്ലാത്ത ആളാണ് സരിത എന്നാണ്. ഒരു പരിചയമില്ലാത്ത സരിത എസ് നായർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു സ്വകാര്യ കമ്പനിക്ക് വേണ്ടി MLA ഫണ്ട് എന്ന് പറയുന്ന പൊതു ഫണ്ട് ചെലവഴിക്കാൻ വേണ്ടി കാര്യവിവരവും ബുദ്ധിയും നിയമവും അറിയുന്ന ഒരു MLAയും അങ്ങനെ ഒരു കത്ത് കൊടുക്കില്ല. ഇനി ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടല്ല ആ കത്ത് കൊടുത്തെങ്കിൽ പോലും ആ കത്ത് ഒരു കറപ്ഷനാണ്. കാരണം ഒരു MLAക്കും ഇതുപോലെ എന്നല്ല ഒരു സ്വകാര്യ കമ്പനിക്കും തന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പ്രവൃത്തി നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്തെഴുതാൻ കഴിയില്ല. വിഷ്ണു തന്നെ ഞാൻ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ പറഞ്ഞു, ഞാൻ അതിനുശേഷം അവരെ പലതവണ വിളിച്ച് ഫോളോ അപ്പ് ചെയ്തു. ഒരിക്കലും ഒരു MLA കമ്പനിയെ വിളിച്ചല്ല ഫോളോ അപ്പ് ചെയ്യേണ്ടത്, കലക്ടറേറ്റിലെ ഫിനാൻസ് ഓഫീസറെ വിളിച്ചാണ് ഫോളോ അപ്പ് ചെയ്യേണ്ട കാര്യം. എന്തിനു വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത്? അതാണ് അഴിമതിയുടെ പ്രധാനപ്പെട്ട കാര്യം. ഈ വിഷ്ണുനാഥ് കൊടുത്തിരിക്കുന്ന കത്ത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സരിത ഒരു തട്ടിപ്പുകാരിയാണെന്ന് ഇവർ ആരോപിക്കുമ്പോൾ ആ തട്ടിപ്പുകാരിക്ക് ഈ കത്ത് കാണിച്ചു കൊടുത്ത ആളുകളിൽ നിന്നും പണം തട്ടിയെടുക്കേണ്ട അവസരം ഒരുക്കി കൊടുത്ത ഈ കോൺഗ്രസ്സുകാരാണ്. അങ്ങനെ ചെയ്തവരാണ് ഇവരെല്ലാവരും. ആ കാര്യങ്ങൾ ഉൾപ്പെടെ ഉമ്മൻചാണ്ടിയുടെ ഓഫീസിൽ ദുരുപയോഗം ചെയ്തു. ഉമ്മൻചാണ്ടിയോടൊപ്പം നിൽക്കുന്ന ഫോട്ടോയോ മറ്റു കാര്യങ്ങളോ ഡിജിറ്റലേക്കോ വരുമ്പോ എന്താണ് സംഭവിക്കുകയെന്ന് എന്നോട് ചോദിച്ചിട്ട് എന്ത് കാര്യം? ശ്രീ ജോസഫ് വാഴക്കൻ MLAയും നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജോസഫ് വാഴക്കൻ, ഒരു MLA ടീം സോളാർ എന്ന അംഗീകരിക്കപ്പെടാത്തൊരു കമ്പനിക്ക് ഫണ്ട് നൽകണമെന്നാവശ്യപ്പെട്ട്, അതും MLA ഫണ്ട് നൽകണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകുന്നത് അഴിമതിയല്ലേ എന്നാണ് സുനിൽ ചോദിക്കുന്നത്. സുനിലിനെ അറിയാൻ വേണഞ്ഞിട്ടൊന്നുമല്ല. സുനില് ഒരു സംശയത്തിന്റെ പുകമറ ഇങ്ങനെ സൃഷ്ടിച്ച് കുറെ ആളുകളെ ഇതിന്റെ മോശക്കാരാക്കുക എന്നുള്ളതിന്റെ ലക്ഷ്യത്തോട് പറയുന്നു എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് സുനിൽ അങ്ങനെ ഒരു സ്വഭാവക്കാരനല്ലായിരുന്നു. കമ്പ്യൂട്ടർ ഒരു സ്കൂളിന് നമ്മൾ കൊടുക്കാനായിട്ട് സ്കൂളുകാർ വന്ന് അപേക്ഷിച്ചാൽ നമ്മള് ഫിനാൻസ് ഓഫീസർക്ക് എഴുതിയാൽ അവർ ചെയ്യുന്നുണ്ട്. എംപാനൽ ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒന്നെങ്കിൽ കലക്ടറോടായിരിക്കും ഏതെങ്കിലും ഒരു കമ്പനിക്ക് ഇവർ കൊടുക്കുക ചെയ്യുന്നത് എന്ന് പറയുന്ന പോലെ ഒരു ടീം സോളാർ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ലക്ഷ്മി നായർ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ടീം സോളാർ എന്ന് പറഞ്ഞ അന്തർദേശീയ കമ്പനിയുടെ ഇന്ത്യൻ റെപ്രസെന്റേറ്റീവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന അവര് പറയുന്നത് എന്താ, അനർട്ടിന്റെ എംപാനൽ ചെയ്തിരിക്കുന്ന ആളുകളാണ്. ചില കാര്യങ്ങളെ സംബന്ധിച്ച് MLA ഫണ്ട് എംപാനൽ ചെയ്തിരിക്കുന്ന ആളുകൾക്ക് നമുക്ക് ഓർഡർ കൊടുക്കാൻ പറ്റും. എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. അത് അങ്ങനെ ഏതെങ്കിലും എംപാനൽ ചെയ്തിരിക്കുന്നവരാണെന്ന് വിചാരിച്ചായിരിക്കും പാവം വിഷ്ണുനാഥ് ഒരു ലെറ്റർ കൊടുത്തിരിക്കുന്നത് അവർക്ക്. അത് തീർച്ചയായും നിങ്ങൾ പരിശോധിക്കില്ലേ ശ്രീ ജോസഫ് അമ്പൂശ്ശേരി, താങ്കളുടെ അടുത്തേക്കാണ് ഒരാൾ വരുന്നത് എങ്കിൽ, ഇപ്പോൾ സോളാറിൻ്റെ ഉപകരണങ്ങൾ വെക്കുന്നതിന് വേണ്ടിയാണ് എങ്കിൽ അത് എംപാനൽ ചെയ്യപ്പെട്ടിട്ടുള്ളതാണോ, അനർട്ടിൻ്റെ എംപാനൽ ചെയ്യപ്പെട്ടിട്ടുള്ള കമ്പനിയാണോ എന്ന് പരിശോധിക്കാതെയാണോ കത്ത് കൊടുക്കുക? വാഴക്കൻ, അതെങ്ങനെയാണെന്നറിയുമോ? അത് നമ്മൾ ലെറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഇത് എംപാനൽ ചെയ്തതാണോ എന്നറിയുന്നത് കലക്ടറേറ്റിലെ ഫിനാൻസ് ഓഫീസർ, അവരാണ് അത് ലിസ്റ്റ് നോക്കുന്നതൊക്കെ. അവർ നോക്കിയിട്ട് ഇത് ശരിയാണോ അല്ലയോ, പിന്നെ നിയമപരമായിട്ട് കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് അവരാണ് അതിനെ. നിങ്ങൾക്ക് എന്താണ് പണി? MLAമാർക്ക് എന്താണ് പണി? MLAമാർക്ക് അതിന്റെ എല്ലാം അന്വേഷിക്കണം നിർബന്ധമില്ല. ഞങ്ങൾക്ക് ചിലപ്പോൾ തെറ്റുപറ്റാം. ഞങ്ങള് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് മന്ത്രിമാരാണെങ്കിലും ഞങ്ങൾ താഴേക്ക് ഉദ്യോഗസ്ഥന്മാർക്കാണ് ചുമതല കൊടുക്കുന്നത്, അവരാണ് കൊടുക്കുന്നത്. ഒരുപാട് തവണ പറഞ്ഞു കഴിഞ്ഞതാണ്. നമ്മൾ ആ പുതിയ കാര്യങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് തന്നെയാണ്. സരിത, അടുത്ത ദിവസം ഇനിയിപ്പോൾ തിങ്കളാഴ്ച ആയിരിക്കുമല്ലോ ക്രോസിംഗ് ഉണ്ടാവുക. തിങ്കളാഴ്ച എല്ലാ ഡിജിറ്റൽ തെളിവുകളും ഒന്നിച്ച് നൽകാനാണോ തീരുമാനം? അതായത് ഇനി വേറെ തെളിവുകളൊന്നും ബാക്കി വെക്കുന്നില്ല, എല്ലാം ഒന്നിച്ചു കൊടുക്കും. സരിത, ഇനി ചൊവ്വാഴ്ചയാണ് 9-ാം തീയതിയാണ്. അപ്പൊ 9-ാം തീയതി ക്രോസ് പോകുമ്പോൾ CMന്റെ VPയുടെയും ക്രോസിന് ശേഷം നമ്മൾ ഈ എവിഡൻസ് സബ്മിറ്റ് ചെയ്യും. അതായത് സരിത പറഞ്ഞിരുന്നത് ഈ തെളിവുകൾ അന്ന് തന്നെ, അതായത് അറസ്റ്റ് ചെയ്യും എന്ന് തോന്നിയ അന്ന് തന്നെ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് മാറ്റി എന്നാണ്. അപ്പോൾ ഇപ്പോൾ അത് തിരികെ കയ്യിലേക്ക് വന്നോ? അങ്ങനെയുള്ള കയ്യിലേക്ക് വന്നിട്ട് ഗവൺമെന്റ് ഉണ്ടെന്ന് പറയാം. കയ്യിലുണ്ട്.
കയ്യിലുണ്ട്. ശ്രീ പി സി ജോർജ്, താങ്കൾ ടെലിഫോൺ ലൈനിൽ ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു രേഖ പുറത്തു വരികയാണെങ്കിൽ, അങ്ങനെ ഒരു ദൃശ്യങ്ങൾ പുറത്തു വരികയാണെങ്കിൽ എന്തായിരിക്കും കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കുക? ഞാൻ ഒരു കാര്യം പറയാം. ഇത്രയും കാര്യങ്ങൾ മുഴുവൻ പുറത്തായിട്ടും അള്ളിപ്പിടിച്ചിരിക്കുന്ന ഉമ്മൻചാണ്ടിക്ക് ഇനി ഇറങ്ങല്ലാതെ മാർഗമുണ്ടെന്ന് ഞാൻ കരുതുന്നത്. കാരണം ഏതൊരു വ്യക്തി കോടതി പോയാൽ വേണ്ട സരിത തന്നെ കോടതിയുടെ മുമ്പിൽ പോയി സത്യം പറഞ്ഞാൽ എഫ്ഐആർ ഇട്ട് മുഖ്യമന്ത്രി പ്രതിയായിട്ട് കേസെടുക്കേണ്ടി വരും. അതിനകത്ത് പിന്നെ സ്റ്റേ, ഈ അഡ്വക്കേറ്റ് ജനറലിന്റെ സ്റ്റേ ഒന്നും നിൽക്കില്ല. സ്റ്റേ കൊണ്ടൊന്നും നടക്കട്ടെ. കോടതി ഇടപെട്ട കോടതി മാറിപ്പോവും. കോടതിയുടെ അന്തസ്സ് സംരക്ഷിക്കാൻ കോടതി ബാധ്യസ്ഥല്ലേ. അപ്പോ ആ സാഹചര്യത്തിൽ ഇപ്പോ കേരള രാഷ്ട്രീയത്തിന് മാന്യത ഉണ്ടാകാനുള്ള ഏക മാർഗം ഉമ്മൻചാണ്ടി രാജിവെച്ച് മാറുക. ആര്യാടൻ ഉൾപ്പെടെയുള്ള ഈ പെൺവിഷയത്തിൽപ്പെട്ടവർ സത്യസന്ധമായി. ശരി, അതാണ് താങ്കളുടെ രാഷ്ട്രീയമായ ആവശ്യം. അതിനപ്പുറത്തേക്ക് സരിത, ഇതിനകത്ത് ഈ വിഷ്വൽ സരിത എടുത്തതാണോ അതോ മറ്റാരെങ്കിലും എടുത്തതാണോ? എന്നോടൊപ്പം ഒരു മാനേജർ പുറത്തുനിന്ന് എടുത്താണ്. കേട്ടില്ല, ഒന്നുകൂടി. എന്നോടൊപ്പം മാനേജേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ആ ദൃശ്യങ്ങളിൽ ആരൊക്കെയുണ്ട്? സരിതയുണ്ട്, മുഖ്യമന്ത്രിയുണ്ട്, മലയാളി ശ്രീധരൻ. നിങ്ങൾ 3 പേരും ഒന്നിച്ച് നിൽക്കുന്ന ദൃശ്യങ്ങളാണ്. അത് നമ്മൾ സംസാരിച്ചിരിക്കുന്ന ദൃശ്യമാണ്. എന്താണ് സംസാരിക്കുന്നതെന്നുള്ളത് നേരത്തെ മൊഴിയിൽ പറഞ്ഞിട്ടില്ല. അതെ, അതിനകത്ത് മല്ലലിൽ ശ്രീധരൻ നായരോട് മുഖ്യമന്ത്രി പറയുകയാണ്, നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ കൂടെ ഉള്ളവരെ കൂടി ഈ പറയുന്ന സോളാർ പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തണമെന്ന്. കൂടുതൽ ഇൻവെസ്റ്റേഴ്സിനെ ഉൾപ്പെടുത്തണമെന്ന് പറയും. അത് ശബ്ദം അതിനകത്തുണ്ടോ അതോ ദൃശ്യങ്ങൾ മാത്രം? അതൊരു വീഡിയോ ആണ്. എന്താണ്? ഒരു വീഡിയോ ആണ്. അല്ല, അതിന്റെ ശബ്ദമില്ലല്ലോ. എന്തായാലും ദൂരെ നിന്നുള്ള വിഷ്വൽ ശബ്ദമുണ്ട്. മുഖ്യമന്ത്രി അങ്ങനെ പറയുന്നത് കേൾക്കാം. അകത്ത് കയറുന്ന പ്ലെയിനാണ് എടുത്തത്. അതായത് മുഖ്യമന്ത്രി പറയുന്നത് കേൾക്കാം. എല്ലാം സംസാരിക്കുന്ന ഒന്നുകൂടെ എനിക്ക് എന്തോ ശബ്ദത്തിന് സംസാരിക്കുന്ന എല്ലാം ഉണ്ട്. അഡ്വക്കേറ്റ് രാജേന്ദ്രൻ, വളരെ പ്രധാനപ്പെട്ടതായിരിക്കും ഒരുപക്ഷെ അങ്ങനെ ഒരു രേഖ, അങ്ങനെ ഒരു ദൃശ്യം സരിത സമർപ്പിക്കുകയാണ് എങ്കിൽ എത്ര കണ്ട് പ്രധാനമാണ് ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷന്റെ പരിധിയിൽ മലലിൽ ശ്രീധരൻ നായരുമായി ബന്ധപ്പെട്ട വിഷയം? ഇവിടെ സരിതയുടെ ദൃശ്യം വന്നില്ലെങ്കിൽ പോലും മലലിൽ ശ്രീധരൻ നായരുടെ വിവരം വിശ്വസനീയമാണെന്ന് തെളിയിക്കാനുള്ള എല്ലാ തെളിവുകളും എത്തിക്കഴിഞ്ഞു. പിന്നെ ആ ദൃശ്യം കൂടെ വരുമ്പോൾ അതിനെ ഒന്നുകൂടെ കൊറോബറേറ്റ് ചെയ്യുകയാണ്. ഇവിടെ അല്ലല്ല, അതിനകത്ത് വളരെ പ്രാധാന്യം അർഹിക്കുന്നത് രാജേന്ദ്രൻ, മല്ലലിൽ ശ്രീധരൻ നായരുടെ വിഷയത്തിൽ 164 മല്ലലിൽ ശ്രീധരൻ നായർ നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഈ പ്രോജക്റ്റിൽ പണം നിക്ഷേപിച്ചത് എന്ന് മല്ലലിൽ ശ്രീധരൻ നായർ പറയുന്നുണ്ട്. രണ്ടാമത്തേത് DGP ഹേമചന്ദ്രൻ്റെ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ്റെ മുമ്പാകെയുള്ള മൊഴിയാണ്. സെക്രട്ടേറിയറ്റിൽ ഒരേ ടവറിൽ ഇവർ 3 പേരും ഒരേ സമയത്തുണ്ടായിരുന്നു. അതിനകത്ത് ജോപ്പനെയും കൂടെ കൂട്ടാം. അങ്ങനെയാണെങ്കിൽ 4 പേരും ഒരേ സമയത്തുണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നീട് സരിത തന്നെ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നു, അതെ, മല്ലലിൽ ശ്രീധരൻ നായർ 164 പറഞ്ഞത് തന്നെയാണ് യാഥാർത്ഥ്യം എന്നുള്ളത്. ഇനിയിപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങൾ കൂടി വരികയാണ്. അതായത് മല്ലലിൽ ശ്രീധരൻ നായർ എന്ന ഈ കേസിലെ ഹർജിക്കാരൻ, അതിലെ പ്രധാന പ്രതിയായ സരിത എസ് നായർ, ആ അന്വേഷണ സംഘത്തിൻ്റെ തലവൻ, ഇവരെല്ലാം ഒരേ വിഷയം പറയുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തട്ടിപ്പു കേസിലെ പ്രതിയാക്കപ്പെടാൻ പോവുകയാണ് എന്നുള്ളത് നിയമപരമായി വളരെ പ്രധാനപ്പെട്ട വിഷയമല്ലേ? അല്ലെങ്കിൽ പ്രതി ചേർക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങില്ലേ? അങ്ങനെ തന്നെയാണ് എത്താൻ പോകുന്നത്. മാത്രവുമല്ല 9/7/2013 കേരള നിയമസഭയിൽ മുഖ്യമന്ത്രി തന്നെ സംബന്ധിച്ചിട്ടുണ്ട്. 9/7/2012 മല്ലലിൽ ശ്രീധരൻ നായർ എന്നെ വന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി സമ്മതിക്കുന്നു, മല്ലലിൽ ശ്രീധരൻ നായർ എന്നെ വന്ന് കണ്ടിരിക്കുന്നു. അന്നേ ദിവസം ടീം സോളാറിൻ്റെ ചെക്ക് 2 ലക്ഷം രൂപയുടേത് മുഖ്യമന്ത്രി തന്നെ ലെറ്റർ പാഡിൽ കത്ത് കൊടുത്തിരിക്കുന്നു. ADGP പറയുന്നു, പ്രസന്നൻ നായർ പറയുന്നു, സരിതയും ജോപ്പനും ശ്രീധരൻ നായരും അന്നേ ദിവസം ഓഫീസിലുണ്ടെന്ന്. ഇവിടെ ഒരു സെക്കൻഡ്, ഈ കേസിൽ ശ്രീധരൻ നായരുടെ 164 തള്ളിക്കൊണ്ട് പ്രസന്നൻ നായർ എന്ന DYSPയുടെ 161 സ്റ്റേറ്റ്മെൻറ്റ് കമ്മീഷൻ ഗൗരവമായി ചോദിച്ചു. അദ്ദേഹത്തോട് കമ്മീഷൻ ചോദിച്ചു, 164 സ്റ്റേറ്റ്മെൻറ്റ്
കൂടുതൽ ബലപ്പെട്ട, കൂടുതൽ അപകടകരമായ 164 സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളെ തള്ളി 161 എടുത്തു. അവിടെയാണ് ഈ DYSP മുഖ്യമന്ത്രിയെ സഹായിച്ചത്. ആ DYSPയോട് ഞാൻ കൃത്യമായ ഒരു ചോദ്യം ചോദിച്ചു. 2012 ജൂലൈ മാസം 9-ാം തീയതി മല്ലലി ശ്രീധരൻ നായർ മുഖ്യമന്ത്രിയെ കണ്ടിട്ടുണ്ടോ? ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് എനിക്ക് ബോധ്യപ്പെട്ടില്ലെന്നാണ്. മുഖ്യമന്ത്രി നിയമസഭയെ സമ്മതിച്ചു ഞാൻ കണ്ടിട്ടുണ്ടെന്ന്. എന്നു പറഞ്ഞാൽ കളവ് നടത്തിയ പ്രതി കളവ് മുതലുമായി അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ വന്ന് ഞാൻ മോഷ്ടിച്ചു സാർ എന്ന് പറഞ്ഞാലും അന്വേഷണ ഉദ്യോഗസ്ഥന് ബോധ്യപ്പെട്ടില്ലെന്ന് പറഞ്ഞാൽ വിചിത്രമാണ്. അതിന് അദ്ദേഹത്തിന് കൊടുത്ത ഉപഹാരമാണ് കാബൂളിൽ ദൗത്യസേനയിൽ നല്ല ശമ്പളത്തോടുകൂടി ജോലി ചെയ്യുകയാണ്. ഇതാണ് പറഞ്ഞത്. അന്വേഷണം അട്ടിമറിക്കുകയാണ്, അന്വേഷണത്തെ തകിടം മറിക്കുകയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ഓരോ സന്ദർഭത്തിലും ഇടപെട്ടുകൊണ്ട് മുഖ്യമന്ത്രി, ഉന്നതന്മാർ, VIP-കൾ ഇവരെ എല്ലാം ഒതുക്കി സരിതാ നായരിലും ബിജു രാധാകൃഷ്ണനും മാത്രമായി അന്വേഷണം ഒതുക്കി. അതുപോലെ തന്നെ സരിതാ നായരുടെ അഭിഭാഷകൻ മുഖ്യമന്ത്രിയെ ക്രോസ് ചെയ്യാതെ കണ്ട് ഓടിപ്പോയി എന്ന് പറഞ്ഞു. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, മുഖ്യമന്ത്രി മൊഴി അവസാനിപ്പിച്ച 2016 ജാനുവരി 26-ാം തീയതി രാവിലെ 2 മണി കഴിഞ്ഞപ്പോഴാണ് സരിതാ നായരെ മുഖ്യമന്ത്രി 4ാം കിടക്കാരിയാക്കി എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് അവർ മൊഴി മാറിയത്. അതുവരെയും അവർ അവരുടെ ചൊൽപ്പടിയിലാണ്. UDF-കാർ വരച്ച വരയിലൂടെ, തമ്പാനൂർ രവി തെളിച്ച വഴിയിലൂടെ, ബെന്നി ബെഹനാൻ പറഞ്ഞ വഴിയിലൂടെയാണ് സരിത നീങ്ങിയത്. അതുകൊണ്ടാണ് സരിതയുടെ അഭിഭാഷകൻ മുഖ്യമന്ത്രിയെ ക്രോസ് ചെയ്യാതെ പോയത്. അതാണ് വസ്തുത. വി. സുനിൽകുമാർ MLA, വളരെ പ്രധാനപ്പെട്ട ഒരാഴ്ചയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം. നിയമസഭ അതിൻ്റെ അവസാന കാലയളവിലും എന്ത് തന്ത്രങ്ങളാണ് നിങ്ങൾ ഒരുക്കി വച്ചിരിക്കുന്നത്? നികേഷേ, ഞങ്ങൾ കുതന്ത്രങ്ങളൊന്നും ഒരുക്കി വച്ചിട്ടില്ല. ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ ഉത്തരവാദിത്വത്തോടുകൂടി എത്ര വിഷയങ്ങളാണ് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചുള്ളത്. ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിമതികൾ സ്വയം വെളിവാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവർ വളരെ ഒരു പട്ടപ്പകൽ ജനമധ്യത്തിൽ നഗ്നനാക്കപ്പെടുന്നത് പോലെ കേരളത്തിലെ മുഖ്യമന്ത്രിയും ഈ മന്ത്രിസഭയും നഗ്നമാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ സ്വയം നഗ്നനാകുന്ന സ്ഥിതിയാണ് ഈ നമ്മുടെ കേരളത്തിലുള്ളത്. കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിലക്കയറ്റം പോലെയുള്ള വിഷയങ്ങൾ, റബ്ബർ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക ഉൽപ്പന്നത്തിന്റെ വലിയ തോതിലുള്ള വിലയിടിവിൽ ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്ന കള്ളക്കളി, അങ്ങനെ തുടങ്ങി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ജനവിരുദ്ധമായിട്ടുള്ള എല്ലാ നയങ്ങളെയും ആ പ്രശ്നങ്ങളെയും നിയമസഭയിൽ ഉത്തരവാദിത്തത്തോടുകൂടി അവതരിപ്പിക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ലക്ഷ്യം. എന്നാൽ ഈ നിയമസഭയെ അലങ്കോലപ്പെടുത്താനും ഈ നിയമസഭയ്ക്കകത്ത് ഇതൊന്നും വരാതിരിക്കാനും വേണ്ടി പ്രതിപക്ഷത്തെ അലമ്പുണ്ടാക്കുന്നവരാക്കി ചിത്രീകരിക്കാനും വേണ്ടിയിട്ടുള്ള ശ്രമം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ രൂപത്തിൽ ഇപ്പൊ ഇന്നത്തെ മലയാള മനോരമ പത്രത്തിലെ ഒരു വാർത്ത നിങ്ങൾ വായിച്ചു കാണും. പ്രതിപക്ഷം അങ്ങോട്ട് പുലിയായി പോകുന്നു, ഇങ്ങോട്ട് പ്രതിപക്ഷം എലിയായിട്ട് വരുന്നു. അപ്പൊ പ്രതിപക്ഷം അവിടെ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയില്ല, പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ ഞങ്ങൾ പുലി, ഞങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ഞങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തി പുറത്തേക്ക് വന്നാൽ ഞങ്ങൾ എലി, അങ്ങനെ ചിത്രീകരിച്ച് ഞങ്ങളെ പ്രകോപിപ്പിക്കാനൊന്നും ആരും നോക്കണ്ട. ഒരു കാര്യമാണ് ഞങ്ങൾ മനസ്സിലാക്കി ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, കേരളത്തിലെ ജനങ്ങൾ പ്രതിപക്ഷത്തു നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണോ അത് ഉത്തരവാദിത്തത്തോടു കൂടി നിർവഹിക്കുക എന്നുള്ളതാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിയമസഭയിൽ ചെയ്യാൻ പോകുന്ന തന്ത്രം. ഇവർ കുതന്ത്രങ്ങളുമായിട്ട് വരും. ഈ ഗവൺമെന്റ് ഇപ്പൊ ചെയ്തു EP ജയരാജന്റെ കാര്യത്തിൽ ഞാൻ ചെയ്യുന്നത് എന്താ, EP ജയരാജന്റെ അടുത്തേക്ക് പ്രശാന്ത് എന്ന് പറയുന്ന വ്യക്തിയെ പറഞ്ഞയച്ചിട്ടുള്ളത് UDF നേതൃത്വത്തിന്റെയും കോൺഗ്രസിന്റെയും മുഖ്യമന്ത്രിയുടെയും അഴിവോടുകൂടിയാണോ എന്ന സംശയം ബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഗൂഢാലോചന സിദ്ധാന്തം സ്വയം കണ്ണാടിയിൽ നോക്കേണ്ട കാര്യമാണ്. ആരാണ് ഗൂഢാലോചന നടത്തിയിരിക്കുന്ന കാര്യം സ്വയം കണ്ണാടി വെച്ച് നോക്കണം കോൺഗ്രസ്സുകാർ. ഞങ്ങൾ ഒരു ഗൂഢാലോചന നടത്തേണ്ട കാര്യം ഇവിടെ ഇല്ല. ഞങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് ഞങ്ങൾ ചെയ്യുന്ന കാര്യം ഇവർ ചെയ്യുന്ന കാര്യം അറിയാം. സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഞങ്ങൾ സമരം നടത്തി ജുഡീഷ്യൽ എൻക്വയറി പ്രഖ്യാപിച്ചപ്പോ ഞങ്ങൾ ഇതാ വാലും ചുരുട്ടി ഓടിപ്പോയി. എവിടെ പോയി നിങ്ങളുടെ സമരം, എവിടെ പോയി ആരോപണം എന്ന് ചോദിച്ച് ഞങ്ങളുടെ മൂക്കത്തേക്ക് വിരൽ ചൂണ്ടി അല്പം മുമ്പ് പറഞ്ഞത്. അതിന്റെ അർത്ഥം ബജറ്റിന് മുമ്പ് ഈ രേഖകളെല്ലാം പുറത്തുവിടാൻ അവർ ആഗ്രഹിക്കുന്നു എന്നാണ്. അതായത് ചൊവ്വാഴ്ചയോടുകൂടി കമ്മീഷനുമായി ബന്ധപ്പെട്ട് സരിതയുടെ എല്ലാ ക്രോസിംഗും അവസാനിക്കുമെന്നും തെളിവെടുപ്പ് പൂർണ്ണമായും തീരുമെന്നും പറയുമ്പോൾ ഈ കമ്മീഷൻ്റെ സാധ്യത എത്രത്തോളമാണ്? ഇപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് റിപ്പോർട്ട് സമർപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ വേഗത്തിലാണോ നീങ്ങുന്നത്, അതോ പരിഗണിക്കാതെ തെരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ രാഷ്ട്രീയമായ മറ്റ് കാലാവസ്ഥകളോ ഒന്നും നോക്കാതെ കമ്മീഷൻ്റെ നിലയിൽ മാത്രം പോവുകയാണോ? കമ്മീഷൻ
ഈ പുറത്ത് നടക്കുന്ന വാദകോലാഹലമൊന്നും കാണത്തില്ല. ബിജു രാധാകൃഷ്ണൻ്റെ CD വന്നാലോ വന്നില്ലല്ലോ, സരിതയുടെ പെൻഡ്രൈവ് വന്നാലോ വന്നില്ലല്ലോ, കമ്മീഷൻ അതിൻ്റെ മുമ്പിൽ വന്നിട്ടുള്ള വസ്തുതകളുടെ നിജസ്ഥിതി ബോധ്യപ്പെട്ടാണ് റിപ്പോർട്ട് കൊടുക്കാൻ പോകുന്നത്. അത് തെരഞ്ഞെടുപ്പിന് മുമ്പ് കൊടുക്കുമോ പിമ്പ് കൊടുക്കുമോ എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം വെച്ചിട്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് റിപ്പോർട്ട് കൊടുക്കാനുള്ള സാധ്യത വിരളമായിട്ടാണ് ഞങ്ങൾ ബോധ്യപ്പെടുന്നത്. ഇവിടെ വളരെ കൃത്യമായി ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുന്നു. CD-കൾ പലതും കമ്മീഷന് മുമ്പാകെ വരുമായിരുന്നു. സജി ചെറിയാൻ CPM-ൻ്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി സരിതാ നായരുമായി സംഭാഷണം നടത്തിയതിൻ്റെ CD ഉണ്ടായിരുന്നു. ആ CD-യിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ലൈംഗികമായ വിവരങ്ങളാണെന്ന് കണ്ടുകൊണ്ട് ആ CD തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല എന്ന് CPIM-ൻ്റെ നേതാക്കന്മാർ സജി ചെറിയാനോട് ഉപദേശിച്ചതായി അദ്ദേഹം കമ്മീഷന് മുമ്പാകെ വന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു CD, ഈ സരിത ഇപ്പോൾ നടത്തിയ വെളിപ്പെടുത്തൽ സംസാര രൂപത്തിലുള്ള CD ഉണ്ടായിരുന്നു, അത് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്നത് ധാർമ്മികമായി ശരിയല്ല എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഒരു വസ്തുത, നേരത്തെ എൻ്റെ ഒരു മാന്യ സുഹൃത്ത് സി വാഴക്കൻ പറഞ്ഞു MNRE കുറിച്ച് എങ്ങനെ അറിയാൻ. MNREയും അതേപോലെ മുഖ്യമന്ത്രി വിജ്ഞാൻ ഭവനിൽ പോയത് NDC-യും ഇതിനൊന്നും വിവരങ്ങൾ തിരക്കാൻ നല്ല ലാപ്ടോപ്പുള്ള MLA-മാരുടെയും മുഖ്യമന്ത്രിമാരുടെയും പ്രൈവറ്റ് സെക്രട്ടറിമാർക്ക് ബന്ധപ്പെട്ട വെബ്സൈറ്റുകൾ നോക്കിയാൽ അവസാനമായി സരിത ഒരിക്കൽ കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. സരിത, ചൊവ്വാഴ്ച കൊണ്ട് എല്ലാം പൂർത്തിയാക്കാനാകുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. ക്രോസ് തീരുന്നത് എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും കയ്യിലുള്ള കാര്യങ്ങളെല്ലാം ചൊവ്വാഴ്ച കൊടുത്തു തീർക്കും. ക്രോസ് തീർന്ന ഉടനെ എവിഡൻസ് കൊടുക്കും. അത് ബജറ്റുമായി ചേർന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണോ ചൊവ്വാഴ്ച എന്ന് പറയുന്നത്? വ്യാഴാഴ്ചയോടെ ബജറ്റാണ്. ഒരിക്കലും എനിക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയ ലക്ഷ്യമില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ എന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നൊക്കെ ഞാൻ വെച്ച് മതിയാക്കിയിട്ട് ഏകദേശം 10-12 ദിവസമായി. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ പാർട്ടികളെ സഹായിക്കുക അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ അതൊന്നും എന്റെ അജണ്ടയിലില്ല. അൺഫോർച്ചുനേറ്റ്ലി ഓർ ഫോർച്ചുനേറ്റ്ലി എനിക്ക് കമ്മീഷന് മുമ്പിൽ ഹാജരാകേണ്ട സമയം ഇതായിപ്പോയി. ചിലപ്പോൾ ഇതിന് നേരത്തെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ലായിരിക്കും. അത് എന്റെ വിഷയങ്ങളല്ല. വ്യക്തമാണ്. വളരെ നന്ദി ഈ വിഷയത്തിൽ ഇടപെട്ടതിന്. വളരെ നന്ദി സരിത. ഒപ്പം തന്നെ ഡീൻ കുര്യാക്കോസ്, VS സുനിൽകുമാർ MLA, അഡ്വക്കേറ്റ് രാജേന്ദ്രൻ, ജോസഫ് വാഴക്കൻ. അല്പസമയത്തിനകം എഡിറ്റേഴ്സ്. നമസ്കാരം.